Good morning. Good morning, Miss. Good morning, Miss. Morning, Third Miss. month, Miss. Okay. Exam ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, Miss. Okay. എനിക്ക് ഏകദേശം എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടെന്നാണ് പൊതുവേ കിട്ടിയിരിക്കുന്നത്. മാർക്ക് വന്നോ എല്ലാവർക്കും? ഇല്ല, ഇല്ല, Miss. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ കേട്ടോ. ടോം എവിടെ? ടോം പോയാ? ഓക്കെ. ടോമിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയണ്ടായിരുന്നു. ഓക്കെ. എക്സാം ഒക്കെ നല്ലായിരുന്നില്ലേ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? നന്നായിരുന്നു, Miss. ഓൺലൈൻ എക്സാം ആയതുകൊണ്ടാണ് ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. മെയിൻ എക്സാം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പ്രതീക്ഷിക്കരുത് നിങ്ങള്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം അറിയായിരിക്കും. ഇത് നമ്മൾ എടുക്കാൻ പോണത് മൊഡ്യൂള് 3 ആണ്. മൊഡ്യൂള് 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ 3ഉം 4ഉം ഇത്തിരി ടഫാണ്. കമ്പാരിറ്റീവ്ലി നമ്മളിനി അഡ്മിനിസ്ട്രേഷൻ ആ ഒരു ഭാഗത്തേക്ക് എത്താം. ഹോസ്പിറ്റൽസിൽ മുമ്പ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇനി അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂൾ 3ഉം 4ഉം ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ചാപ്റ്ററും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഞാൻ ഈ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 18 പേജസ് ഉണ്ട്. നമുക്കിനി 3 മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനുള്ളിൽ ഇത്രയും ചാപ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു 24 ചാപ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. എല്ലാ ടീച്ചർമാരും ഇത്തിരി സ്പീഡിൽ ആയിരിക്കും എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ തന്നെ വെച്ച് ക്ലിയർ ചെയ്ത് പോകാൻ നോക്കുക. അത്യാവശ്യം എന്താ പറയാ ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോഴാണ് ലെങ്തി ആണെന്ന് പറയുമ്പോൾ ഈ ചാപ്റ്റർ ഭയങ്കര വലിയ ലെങ്തി ആണ്. ആദ്യത്തെ ഒരു ചെറിയ പോർഷൻ ഇൻട്രൊഡക്ഷൻ, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രമേ ടഫ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈസി ആയിരിക്കും കേട്ടോ. ബാക്കിയൊക്കെ ഈസി ആയിരിക്കും. നമുക്ക് പറഞ്ഞ് കോമൺ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ എല്ലാവരും ആ ഒരു രീതിയിൽ ഒത്തിരി സീരിയസ് ആയിട്ട് എടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കാനായിട്ട്. മുമ്പത്തെ നമുക്ക് റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ടാലും കുറച്ച് അപ്പൊ തന്നെ ക്ലിയർ ആയിട്ട് പോകും. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ ഈ ചാപ്റ്റേഴ്സ് ഇത്തിരി ടഫാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആ ഒരു സീരിയസ്നെസ്സോടും കൂടി പഠിക്കണം. നിങ്ങൾ നോക്കുക മെഡിക്കൽ റെക്കോർഡ് എന്താന്ന്. ഓക്കെ. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയിൽ വന്നത് നമ്മുടെ പേഷ്യൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് ആർ എ പേഷ്യന്റ് ഹെൽത്ത് ഹിസ്റ്ററി. ഒരു പേഷ്യനെ സംബന്ധിച്ച് ഹെൽത്ത് ഹിസ്റ്ററി that documents their medical care and interaction with the healthcare providers. ഹോസ്പിറ്റലിൽ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ഹോസ്പിറ്റലാണ് പോവുകയാണെങ്കിൽ നമുക്കൊരു കാർഡ് ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കുറെ നാൾ വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കാർഡ് തരാറില്ലേ ഹോസ്പിറ്റലില്? അതിന് കാർഡും നമ്പറും പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പറൊക്കെ അതൊക്കെ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു കാർഡ് കിട്ടാറില്ലേ നിങ്ങൾക്ക്? ആ ഉണ്ടല്ലോ. അപ്പൊ ആ കാർഡ് നമുക്ക് ഉണ്ട് ചെല്ലുമ്പോ നമ്മുടെ ആ നമ്പർ നോക്കിയിട്ട് അവർ നമ്മുടെ റെക്കോർഡ് എടുത്തു തരും. ആ റെക്കോർഡിനെയാണ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ആ റെക്കോർഡിൽ നമ്മൾ എത്ര പ്രാവശ്യം ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, എന്തൊക്കെ മെഡിസിൻസ് ആണ് എടുത്തത്, ആരൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്, ഫുൾ ഡീറ്റെയിൽസ് ആ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവും. മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയും. മെഡിക്കൽ റെക്കോർഡിന്റെ വേറെ നെയിംസ് ആണ്, എഴുതി വെച്ചോ. ഹെൽത്ത് റെക്കോർഡ്, മെഡിക്കൽ ചാർട്ട്. ഓക്കെ, എല്ലാവരുടെ കയ്യിലും നോട്ട് ഉണ്ടോ? നോട്ട് ഇല്ലാത്തവര് ലെക്ചർ നോട്ട് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, പ്രിന്റ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്, നമ്മളുടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററി റിലേറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ആ പേഷ്യൻസ് എത്ര പ്രാവശ്യമാണോ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിരിക്കുന്നത്, എത്ര ടൈംസ് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അസുഖങ്ങളെ കുറിച്ചിട്ടുള്ളതോ മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഏതിൽ ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവും. മെഡിക്കൽ റെക്കോർഡ്സ് ആർ യൂസ്ഡ് ടു ട്രാക്ക് ദ ഇവന്റ്സ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് പ്രൊവൈഡേഴ്സ്. നമ്മുടെ പേഷ്യൻസും ഹെൽത്ത് പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ആ എന്താ പറയാ ഇവന്റ്സ്, അതിന്റെ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മെഡിക്കൽ റെക്കോർഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. They offer information on diagnosis,
procedures, lab tests, other സർവീസ്. നമ്മൾ മെഡിക്കൽ റെക്കോർഡിൽ അറ്റാച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എന്തൊക്കെ അസുഖം ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡയഗ്നോസ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ്, ദെൻ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്തത്, എന്തൊക്കെ ലാബ് ടെസ്റ്റ് ചെയ്തു, അതിന്റെ റിസൾട്ട് ഒക്കെ ഈ മെഡിക്കൽ റെക്കോർഡിൽ എന്തായിട്ടുണ്ടാവും, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. മെഡിക്കൽ റെക്കോർഡ് ഈസ് എ റിട്ടേൺ. ഇപ്പൊ മുമ്പൊക്കെ മെഡിക്കൽ റെക്കോർഡ് റിട്ടേൺ ആയിരുന്നു. ഇപ്പൊ പുതിയ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എങ്ങനെ ഇലക്ട്രോണിക്കലാണ് ഇപ്പൊ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണത്. ഞാൻ എന്റെ മോളെ കൊണ്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ENT-യില് കാണിക്കാൻ വേണ്ടിയിട്ട് അവള് കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മള് ഒരു കാർഡാണ് കൊണ്ടുപോകാറ്. ഞാൻ ഈ പ്രാവശ്യം ചെന്നപ്പോ കാർഡ് മറന്നുപോയി. ഞാൻ അവിടെ റിസപ്ഷനിൽ പറഞ്ഞു ഞാൻ കാർഡ് എടുക്കാൻ മറന്നുപോയി, ഇവിടെ നമ്പർ ഉള്ളതാണ്, അഡ്മിഷൻ ഉള്ളതാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, മുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ നമ്പർ നോക്കിയിട്ട് പഴയ ഫയൽ ഒരു ഫയൽ എടുത്ത് ആ ഫയലും കൊണ്ടായിരുന്നു ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയിരുന്നത്. അപ്പൊ അവർ പറഞ്ഞു ഫോൺ നമ്പർ ഉണ്ടോ, സാറിന് മാമിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോൺ നമ്പർ അവിടെ അടിച്ചു നോക്കി. അപ്പൊ മോളുടെ ഫയൽ വന്നു. അപ്പൊ ഫയൽ വന്നപ്പോൾ പറഞ്ഞു പീഡിയാട്രിഷ്യനെ കാണണ്ടേന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു അല്ല ENT-നെയായിരുന്നു കാണേണ്ടത്. അപ്പൊ ENT-യിലേക്ക് അവർ എന്ത് ചെയ്തത് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു പൊക്കും അവിടേക്ക് ചെന്നോളാൻ പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ ആ ഫയലും കൊണ്ട് എവിടേക്ക് പോകണമായിരുന്നു, ENT-നെ കാണാൻ പോകുന്നത്. അങ്ങനെ ഒന്നും ഇലക്ട്രോണിക്കലായിരുന്ന കാര്യങ്ങൾ. അപ്പൊ തന്നെ അവിടെ നമ്മൾ ചെന്നപ്പോ തന്നെ ഡോക്ടർ നമ്മുടെ ഫയൽ അവരുടെ ഫ്രണ്ടിലേക്ക് വന്നു. ദെൻ നമുക്ക് വേണ്ട പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ടൈപ്പ് ചെയ്തു. ദെൻ ആ ഫയൽ ഡോക്ടർ എന്ത് ചെയ്തു, എവിടേക്കാണ് നമ്മുടെ മെഡിസിൻസിന്റെ ഫാർമസിയിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു ചീട്ട് അല്ലെങ്കിൽ ഇത് വേണ്ടേ, മെഡിസിൻസ് ഇതിന്റെ ചീട്ട് വേണ്ടെങ്കിൽ കുഴപ്പമില്ല, അവരുടെ കളക്ട് ചെയ്തു, ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കളക്ട് ചെയ്തു, മെഡിസിൻസ് തന്നു. അവരെങ്ങനെയാണ് അത് കഴിക്കേണ്ടത് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ഫുള്ളും എങ്ങനെയാണ് ഇലക്ട്രോണിക്കലി ആണ് ആ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ ഇലക്ട്രോണിക്കലി ഭൂരിഭാഗം ഹോസ്പിറ്റൽസിലും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേക്കാം. A medical record is a written or electronic document that contains a patient's health history and medical care. ആ പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ മെഡിക്കൽ കെയർ എന്തൊക്കെ കെയർ ആണ് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റെക്കോർഡിനായിട്ട് നമ്മൾ എന്ത് പറയണേ പറയണേ കേട്ടോ. അപ്പൊ രോഗികളുടെ ആരോഗ്യ ചരിത്രവും വൈദ്യ പരിശോധനവും അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഏത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡിന് രണ്ട് പേരുകൾ പറയുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് എഴുതി വെക്കണം. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ബുക്കിലൊന്ന് എഴുതി വെക്കണം. മെഡിക്കൽ റെക്കോർഡ് ഈസ് നോൺ ആസ് ഹെൽത്ത് റെക്കോർഡ്. Medical record is known as health record. Medical record is known as health record and medical chart. രണ്ട് പേരിലാണ് മെഡിക്കൽ റെക്കോർഡിന് പറയുന്നത്. ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ചാർട്ട് എന്ന് പറയും കേട്ടോ. എന്താ പറയുന്നത്, മെഡിക്കൽ ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ മെഡിക്കൽ ചാർട്ട് എന്ന് പറയും കേട്ടോ. ഓക്കെ, രണ്ട് പേരൊന്ന് എഴുതി വെച്ച്. മെഡിക്കൽ റെക്കോർഡിന്റെ വേറെ പേരുകളാണ്. മെഡിക്കൽ റെക്കോർഡ് ഈസ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് റെക്കോർഡ് ആൻഡ് മെഡിക്കൽ ചാർട്ട്. ഇനി എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് വേണ്ടേ? സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ, കാരണം ടെസ്റ്റിലത്തെ ഡെഫിനിഷൻ കറക്റ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എഴുതിയിരിക്കുന്നത് എല്ലാവരും. മെഡിക്കൽ റെക്കോർഡ് is a written medical record is a written or electronic document that contains a patient health history,
and medical care and medical care ടൈപ്പ് ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ആണ്, WRITTEN, return. Medical record is a written or electronic document that contain information, health history and medical care. ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ എല്ലാവരും. എഴുതി കഴിഞ്ഞ മെസ്സേജ് അയച്ചേക്ക് തമ്പത്തേക്ക്. എഴുതി കഴിഞ്ഞ എല്ലാവരും. ഓക്കെ, നമ്മൾ ടെസ്റ്റിലേക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. Medical record means who, what, why, where and when the patient came to the hospital. എന്തുകൊണ്ട് അല്ലെങ്കിൽ ആര് എന്ത് ആരാണ് എന്താണ് എന്തുകൊണ്ടാണ് എവിടെ നിന്നാണ് എപ്പോഴാണ് എന്തുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് മെഡിക്കൽ റെക്കോർഡിൽ പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് അല്ല, ആ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് അല്ല. ഇനി പറയുന്നതാണ് ഇമ്പോർട്ടന്റ്. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ലീഗൽ റെക്കോർഡാണ്. നമുക്ക് എന്തെങ്കിലും ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ ലീഗൽ റെക്കോർഡായിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ് ഫേവർ പേഷ്യന്റ്, കൺസൾട്ടന്റ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഹോസ്പിറ്റൽസ്. ആർക്കൊക്കെ ഫേവറിനനുസരിച്ചാണ്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യണത്? പേഷ്യൻസിന്, കൺസൾട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിഷ്യൻ ആണ്, ഹോസ്പിറ്റൽ സ്റ്റാഫിനും ഹോസ്പിറ്റൽസിനും ഫേവർ ആയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ പേഷ്യൻസിന് അറിയാം എന്തൊക്കെ മെഡിസിൻസ് ആണ് കഴിച്ചത്, എന്തൊക്കെ ടെസ്റ്റ് ഒക്കെ നടത്തി എന്നുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ മെഡിക്കൽ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതേപോലെ കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അങ്ങനത്തെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഹോസ്പിറ്റൽ സ്റ്റാഫിനും ഹോസ്പിറ്റൽസിനും നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തത് കറക്റ്റ് രീതിയിലാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. The legal acts enclose the requirement and the principle relating to making medical record, include its consent, using, restraining at the record, maintaining it, obtaining it, information from it. നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ മെഡിക്കൽ റെക്കോർഡിലെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. കുറച്ച് റിക്വയർമെന്റ്സും പ്രിൻസിപ്പിൾസും അനുസരിച്ച് വേണം നമ്മൾ മെഡിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് കൺസെന്റ്, പേഷ്യന്റിന്റെ കൺസെന്റ് അതിൽ വേണം. എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് പേഷ്യന്റിന്റെ കൺസെന്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡിൽ അത് എന്ത് ചെയ്യണം, അത് കളക്ട് ചെയ്ത് മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിച്ചു വെക്കണം. യൂസിങ് ആൻഡ് റിസ്റ്റെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും അതേപോലെ കൺട്രോൾ ചെയ്യാനും. നമ്മുടെ ഇൻഫർമേഷൻ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ലീഗൽ ഡോക്യുമെന്റ് ആണ്, അത് ലീക്ക് ആയിട്ടൊന്നും പോകാൻ പാടില്ല. ഇൻഫർമേഷൻ അത്ര കോൺഫിഡന്റ് ആയിട്ട് വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അത് ഒപ്റ്റെയിൻ ചെയ്യാനും റിലീസ് ചെയ്യാനും ഇൻഫർമേഷൻസ് അതോറിറ്റി ഉള്ള ആൾക്കാർ മാത്രമേ ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. The hospital put together and keep the medical record mainly for the benefits of patients. നമ്മുടെ പേഷ്യൻസിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ് ആർ ഓൾസോ കെപ്റ്റ് ടു ഗൈഡ് ടു ദ കൺസൾട്ടന്റ്. അപ്പൊ കൺസൾട്ടൻസിന് ഒരു ഗൈഡ് ആയിട്ട് മുമ്പ് ഈ പേഷ്യന്റ് ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ഇന്ന മരുന്ന് കഴിക്കുന്നതാണ്, ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് ഈ മെഡിക്കൽ റെക്കോർഡ് നോക്കുമ്പോൾ ഒരു പുതിയ കൺസൾട്ടന്റ് ആണ് പോലും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫോർ ദ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്, ഈ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം 30 yearsൽ ഒരു 100 മെഡിക്കൽ റെക്കോർഡ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ഒരു റിസർച്ച് ഒക്കെ നടത്താൻ പറ്റും. ഇത്ര പേഷ്യൻസിന് എത്ര പേർക്ക് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ ഡയബറ്റിക് ആണെന്നൊക്കെ ഈ മെഡിക്കൽ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സെക്യൂരിറ്റി ഓഫ് ഫിസിഷ്യന് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഹെൽപ്പ് ചെയ്യും. കാരണം പേഷ്യൻസ് പൂർണ്ണ സമ്മതം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്, നമ്മളത് മെഡിക്കൽ റെക്കോർഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും സർജറി എന്തെങ്കിലും ചെയ്തപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ട്, കോംപ്ലിക്കേഷൻ ആയി ആ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ആർക്കും ഉത്തരവാദിത്തം ഉണ്ടാവില്ല, ഫിസിഷ്യന് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡിൽ കൺസെന്റ് ഫിൽ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമൊന്നുമില്ല. ഫിസിഷ്യനോ അതേപോലെ ഹോസ്പിറ്റലിനോ ഹോസ്പിറ്റൽ സ്റ്റാഫിനോ വേറെ പ്രശ്നങ്ങളോ വേറെ അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിമർശനങ്ങളോ ഒന്നും കേൾക്കേണ്ടത് വരില്ല. നമുക്കത് വെച്ച് ലീഗലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം പേഷ്യന്റ് കൺസെന്റ് ഓൾറെഡി ഞങ്ങളുടെ മെഡിക്കൽ റെക്കോർഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഞങ്ങള് റൂൾസ് അല്ലെങ്കിൽ ലീഗലായിട്ടൊക്കെ മൂവ് ചെയ്തോളാം എന്ന് പറയാനായിട്ട് നമുക്ക്
കോൺഫിഡൻസ് ഉണ്ടാവും. The hospital put together and keep the medical record mainly for the benefits of the patient. പേഷ്യന്റിന് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് യൂസ് ചെയ്യണമെങ്കിലും നമ്മളത് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഫിസിഷ്യന്റെയും ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും അതേപോലെ ഹോസ്പിറ്റൽസിന്റെയും സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടും ചില സമയത്ത് മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ചില സമയത്ത് വരാറുണ്ട്. നമ്മൾ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സക്സസ് ആയില്ലെങ്കിൽ പറയും ഇത് ഹോസ്പിറ്റലിന്റെ വീഴ്ചയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ കൺസ്യൂം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലാണ് സ്വന്തം ഇഷ്ടത്തിനാണ് അവർക്ക് എന്ത് ചെയ്തത് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തത് അല്ലെങ്കിൽ സർജറി ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾ ഇതിന് മുമ്പായിട്ട് ഏത് സർജറിക്ക് മുമ്പായിട്ട് നിങ്ങൾ സൈൻ ചെയ്ത റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആര് പേഷ്യന്റും സൈൻ ചെയ്തിട്ടുണ്ട്, കെയർ ടേക്കർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റെസ്പോൺസ് സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കത് തെളിയിക്കാനായിട്ട് പറ്റും. ഈ മെഡിക്കൽ റെക്കോർഡ് വെച്ച് നമുക്കത് തെളിയിക്കാനായിട്ട് പറ്റും. When the hospital let in the patient, it enter into a implied contract to provide service needed in care and treatment of the patient. നമ്മൾ പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് അകത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള കോൺട്രാക്ട് ഏർപ്പെടുകയാണ്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വാക്കാൽ പറഞ്ഞുറപ്പിക്കുന്നതല്ല, എന്നാലും ഒരു കോൺട്രാക്ട് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്യണം. നമ്മൾ അവിടെ പറയുന്നില്ല പേഷ്യന്റിന് എന്ത് അസുഖത്തിനാണോ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തിരിക്കുന്നത് അതിനുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഓരോ പേഷ്യന്റിനെയും സ്വീകരിക്കുന്നത്. ദിസ് കോൾസ് ഫോർ കീപ്പിംഗ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് കെയർ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോണോളജിക്കലി നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് നമ്പേഴ്സ് അനുസരിച്ചുള്ള റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ബൈ പേഴ്സണൽസ്. നമ്മൾ ഓരോ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കെയറും ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാനൊന്നും കൂടി പറയാം, മെഡിക്കൽ റെക്കോർഡ് ഒരു ലീഗൽ റെക്കോർഡാണ്. പേഷ്യൻസിന്റെയും കൺസൾട്ടൻസിന്റെയും ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെയും ഹോസ്പിറ്റൽസിന്റെ ഫേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ലീഗൽ ആക്സെപ്റ്റഡ് ആണ്, ലീഗലി അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. കോർട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാവിയിൽ വരാണെങ്കിൽ ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് അത് എന്ത് ചെയ്തോളും, നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചോളും. ഇനി പേഷ്യൻസിന്റെ ഫേവർ മെയിൻലി ഫോർ ബെനിഫിറ്റ്സ് ഓഫ് പേഷ്യൻസ് ആണെങ്കിലും ഇനി എന്തെങ്കിലും നമുക്ക് അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസം ഹോസ്പിറ്റലിനോടോ എന്തെങ്കിലും വിമർശനം ഹോസ്പിറ്റലിൽ കേൾക്കേണ്ട വന്നാലോ അല്ലെങ്കിൽ ഫിസിഷ്യൻസ് കേൾക്കേണ്ട വന്നാലോ നമുക്കിത് ലീഗൽ ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാനായിട്ട് എളുപ്പമാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡ് ഉണ്ട്, ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ അവസ്ഥ അത്ര ക്രിട്ടിക്കൽ ആയിരുന്നു, എന്താണ് 10% എന്താണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ, 90% റിസ്ക് ആയിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഇന്ന ദിവസം ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബാക്കിയുള്ള റെസ്പോൺസിനോട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റും ഈ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ. ഇനി നമ്മളൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമ്മൾ പേഷ്യന്റ് ആയിട്ട് ഇംപ്ലൈഡ് കോൺടാക്റ്റിൽ ഏർപ്പെടാണ്. നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും അതൊരു ഇംപ്ലൈഡ് കോൺടാക്ട് ആണ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ഒരു ട്രീറ്റ്മെന്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ ഹോസ്പിറ്റല് നമ്മളായിട്ട് ഒരു കോൺടാക്ട് ഏർപ്പെടാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്രോണോളജിക്കലി ആണ്, നമ്പേഴ്സ് അനുസരിച്ചിട്ടൊക്കെയാണ്. അത് നമ്പേഴ്സ് നമുക്ക് ഇത് പഠിക്കും, അത് റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടി നമുക്ക് കെയർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ക്രിസ്ത്യാനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടയുക, കൺട്രോൾ ചെയ്യുക. നമ്മളത് മറ്റുള്ളവർ ആരും യൂസ് ചെയ്യാതെ അതെന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്ത് വയ്ക്കുക. കൺട്രോളിംഗ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ.
വായിച്ചു നോക്കി എല്ലാവരും. ഫിഫ്ത് പോയിന്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് അനുസരിച്ച് ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ക്രോണോളജിക്കൽ ഇപ്പൊ ഫസ്റ്റിൽ വന്ന നമ്പേഴ്സ് അനുസരിച്ച് നമ്മൾ ഓരോ പേഷ്യൻസിനും നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള മീനിങ് ആണ്. ക്രോണോളജിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആ ഓർഡറിൽ നമ്മൾ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഫിഫ്ത് പോയിന്റ് ഹോസ്പിറ്റൽസ് മെയിൻ ആയിട്ട് പേഷ്യൻസിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഡിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിലും നമുക്ക് ചില സമയത്ത് നമ്മുടെ കൺസൾട്ടൻസിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഈ പേഷ്യന്റ് മുമ്പ് വന്നിട്ട് എന്തൊക്കെ അസുഖത്തിനാണ് ട്രീറ്റ്മെന്റ് എടുത്തത്, എന്തൊക്കെ മെഡിസിൻസ് ആണ് അദ്ദേഹത്തിന് പ്രിസ്ക്രൈബ് ചെയ്തത്, എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടായോ, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു റിസൾട്ട് എന്നൊക്കെ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് എടുക്കാനായിട്ട് പറ്റും. അത് കൂടാതെ നമ്മുടെ എന്താ പറയാ ഫിസിഷ്യൻസിനും ഹോസ്പിറ്റൽ സ്റ്റാഫിനും ഹോസ്പിറ്റൽസിനും എതിരെ എന്തെങ്കിലും വിമർശനങ്ങൾ വരാണെങ്കിൽ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെളിവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ക്രോണോളജിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അത് ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കീപ്പ് ചെയ്യാനായിട്ട്. ഈ റെക്കോർഡുകൾ എങ്ങനെയായിരിക്കണം, ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് അനുസരിച്ച് നമ്മൾ ഓർഡറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് മുമ്പത്തെ പേഷ്യൻസിന് പഴയ നമ്പർ ആണ് എന്താ പറയാ ക്രോണോളജിക്കൽ ആ ഒരു ഓർഡറിൽ നമ്മൾ പേഷ്യൻസിന് എന്ത് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം, റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. കാലക്രമേണ രേഖകളായിട്ട് പഴയ റെക്കോർഡുകളൊന്നും നശിപ്പിക്കാണ്ട് പഴയതൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മൾ ചില ഹോസ്പിറ്റൽസിൽ ഇന്നും പേപ്പർ റെക്കോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഷെൽഫ് നിറച്ചും റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. പഴയ റെക്കോർഡുകളായാലും താഴത്തെ ഡ്രോയില്, പിന്നെ ആ പുതിയ റെക്കോർഡുകൾ പുതിയത് അങ്ങനെ ആ റെക്കോർഡുകൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടാവും. അങ്ങനെയുണ്ടാവും. കുഴപ്പമില്ലല്ലോ അല്ലേ? വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? റെക്കോർഡ് അല്ലേ, നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആ കാർഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഈ റെക്കോർഡുകൾ കണ്ടിട്ടുണ്ടാവും. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? ഒരാൾ പോലും കാണാത്തിണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. നമ്മുടെ ഇല്ലേ, നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ് എടുക്കുമ്പോൾ നമ്മൾ പഴയ ചീട്ടുകൾ, മുമ്പ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്ത ചീട്ടുകൾ വരെ അതിലുണ്ടാവും. നമ്മൾ എപ്പോഴെങ്കിലും മെഡിക്കൽ റെക്കോർഡ് കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മാനദണ്ഡങ്ങൾ, പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കുറച്ച് മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ പോണെ സ്റ്റാൻഡേർഡ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസ്. എന്തെല്ലാം കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി a measure set up by expert authority as the rules for measuring quality and quantity. നമ്മളുടെ മെഡിക്കൽ റെക്കോർഡിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റിയും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡിന്റെ എന്താണ് പറയുന്നത്, അളവും അതേപോലെ തന്നെ ഗുണനിലവാരവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് സ്റ്റാൻഡേർഡ്സ് എക്സ്പേർട്ട് അതോറിറ്റി ചില ഹോസ്പിറ്റൽസിൽ വേണമെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതിന്റെ രീതിയിലായിരിക്കണം മെഡിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അപ് ടു ഡേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. ഇൻപേഷ്യന്റ് റെക്കോർഡുകൾ എത്ര ദിവസത്തിനുള്ളിൽ ഫില്ല് ചെയ്യണം. അതേപോലെ ഔട്ട് പേഷ്യന്റ് റെക്കോർഡ് പേഷ്യന്റ് പോയി തൊട്ട് അവേഴ്സിൽ തന്നെ അത് ഫില്ല് ചെയ്യണം. കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെ റൂൾസ് ആണ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റാൻഡേർഡുകളിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി എ മെഷർ ഓഫ് സെറ്റപ്പ് ബൈ ആൻ എക്സ്പെർട്ട് അതോറിറ്റി ആസ് ദ റൂൾ ഫോർ മെഷറിംഗ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. നമ്മുടെ ക്വാണ്ടിറ്റി ക്വാളിറ്റി നമ്മുടെ എന്താണ് ഗുണനിലവാരം അളക്കാൻ വേണ്ടിയിട്ട് എക്സ്പെർട്ട് അതോറിറ്റി പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ ഫോളോ ചെയ്യും. ഫസ്റ്റ് പോയിന്റ്, accordance with the standard is normally a condition of licensing, then accreditation and payment of service. നമ്മൾ എന്തൊക്കെ വ്യവസ്ഥകളാണ് ഫോളോ ചെയ്യേണ്ടത്, ഈ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യവസ്ഥകൾ ഫോളോ ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെ അംഗീകാരങ്ങൾ ലഭിക്കണം, നമ്മുടെ പേയ്മെന്റ്സ് കറക്റ്റ് ആണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്ത സർവീസിന് പേയ്മെന്റ് കറക്റ്റ് ആണോ എന്നുള്ള ഡീറ്റെയിൽസും ഏതിലെ മെഡിക്കൽ റെക്കോർഡിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അറ്റാച്ച് ചെയ്യാറുണ്ട്. The hospital must
കീപ് ദ മെഡിക്കൽ റെക്കോർഡ് ദാറ്റ് ദ ഡോക്യുമെന്റ് കറക്റ്റ്ലി ആൻഡ് ടൈംലി മാനർ. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് കറക്റ്റ് ആയിട്ട് പേഷ്യന്റിന്റെ കറക്റ്റ് പേര് സ്പെല്ലിംഗ് ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, ഒറ്റ പേരിൽ എന്തോരം പേരുണ്ടാവും. ഇപ്പൊ സാധാരണയായിട്ട് ഒരു അരുൺ എന്നുള്ള പേരാണെങ്കിൽ അരുൺ പേരുള്ള ആളുണ്ടാവും, അരുൺ എം ഉണ്ടാവും, അരുൺ എസ് ഉണ്ടാവും. നമ്മൾ പേഷ്യന്റ് വരുമ്പോൾ ചോദിക്കും, ഇൻഷ്യൽ അടക്കം ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പൊ പേഷ്യന്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ റെക്കോർഡ് സോർട്ട് ചെയ്യാനും ദെൻ നമ്മൾ തിരിച്ചു വെക്കുമല്ലോ ആ സമയത്ത്. അതേപോലെ എന്തെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ ആണെങ്കിലും കറക്റ്റ് പേഷ്യന്റിന്റെ പേരിലേക്ക് തന്നെ പേഷ്യന്റിന്റെ പേരുള്ള റെക്കോർഡിൽ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റണം, അറ്റാച്ച് ചെയ്യാനായിട്ട് നോക്കണം. ടൈംലി കംപ്ലീറ്റ് ചെയ്യണം. ടൈംലി മാനേഴ്സിൽ അത് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 24 hours കംപ്ലീറ്റ് ചെയ്യണം. Are the perfect readily available for swift and retrieval of the information includes statistical data. ഇനി അത് പെർഫെക്റ്റ് ആയിട്ട് റെഡിലി അവൈലബിൾ ആയിട്ട് നമ്മൾ എപ്പോൾ ചെന്നാലും ആ റെക്കോർഡ് നമുക്ക് എന്ത് ചെയ്യണം, അവൈലബിൾ ആയിരിക്കണം. റെഡിലി അവൈലബിൾ ആയിട്ട് വേണം നമ്മൾ അത് എന്ത് ചെയ്യാനായിട്ട്, റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ നമുക്കത് വീണ്ടെടുക്കാൻ പറ്റണം. അപ്പൊ നമ്മളൊരു ഇൻഫർമേഷൻ അവിടെ ആ റെക്കോർഡിൽ എടുത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചു, പേഷ്യന്റ് ചോദിക്കാണ് എനിക്ക് ആ ടെസ്റ്റിന്റെ കോപ്പി വേണം, ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ടിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് എടുത്തു കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ വീണ്ടെടുത്ത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ആ സമയത്ത് റെഡിലി അവൈലബിൾ ആയിരിക്കണം ആ ഇൻഫർമേഷൻ. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് യൂസ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി ഫിക്സ് ചെയ്യണത് ആരായിരിക്കും, എക്സ്പേർട്ട് അതോറിറ്റീസ് ആയിരിക്കും. അതനുസരിച്ച് വേണം നമ്മൾ സ്റ്റാൻഡേർഡുകൾ മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുമ്പോൾ ലൈസൻസിന്റെ കാര്യങ്ങൾ, അതേപോലെ അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അംഗീകാരം, അതേപോലെ പേയ്മെന്റ് ഓഫ് സർവീസ്, പേഷ്യന്റ് പേയ്മെന്റ് ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എന്തിൽ വേണം, മെഡിക്കൽ റെക്കോർഡിൽ വേണം. ഇനി ഏത് സമയത്ത് നമ്മുടെ ഡോക്യുമെന്റ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം, കറക്റ്റ്ലി ആയിരിക്കണം, ടൈംലി മാനേഴ്സിൽ അത് എന്ത് ചെയ്യണം, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. പെർഫെക്റ്റും റെഡിലി അവൈലബിൾ ആയിരിക്കണം. ഒരു പ്രാവശ്യം പേഷ്യന്റ് വന്നു, ആ പേഷ്യന്റ് വന്നു, ട്രീറ്റ്മെന്റ് എടുത്തു, ആ ഡീറ്റെയിൽസ് ഒക്കെ മെഡിക്കൽ റെക്കോർഡിൽ ആഡ് ചെയ്തു, ആ പേഷ്യന്റ് പോയി, ഫോളോ അപ്പ് ചെക്കപ്പിന് വരുമ്പോൾ നമ്മുടെ റെക്കോർഡ് അവിടെ റെഡിലി അവൈലബിൾ ആയിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്ത ഡീറ്റെയിൽസും കൂടി ഈ റെക്കോർഡിൽ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. ടൈംലി അവൈലബിൾ ആയിരിക്കണം. പിന്നെ സ്വിഫ്റ്റ് റിട്രീവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വീണ്ടെടുക്കാൻ പറ്റണം. നമ്മൾ ചെല്ലുമ്പോൾ ആ ഓർഡർ അനുസരിച്ച് വേണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ആ ഷെൽഫിൽ നോക്കുമ്പോൾ നമ്മുടെ നമ്പർ നോക്കി ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ ആ റെക്കോർഡിലേക്ക് തന്നെ എത്തണം. ദ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. എന്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതിൽ നമുക്ക് റെഡിലി അവൈലബിൾ ആയിരിക്കണം എന്നുള്ളൂ. ഓക്കെ, ഇതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ്. നല്ല ക്വാണ്ടിറ്റിയിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നോർമലി ലൈസൻസിങ്, അക്രഡിറ്റേഷൻ, പേയ്മെന്റ് ഓഫ് സർവീസ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവണം. റെഡിലി അവൈലബിൾ ആയിരിക്കണം. കറക്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. റോങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും എന്ത് ചെയ്യരുത്, റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തെളിവ് സഹിതമുള്ള ഡീറ്റെയിൽസ് മാത്രം അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. പരിശോധിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്? വായിച്ചോക്കെ എല്ലാവരും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഉണ്ടോ? ഗ്രീഷ്മ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാടാ? നോക്കാട്ടോ. ഇനി ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്.
നമ്മൾ കറക്റ്റ് ആയിട്ട് അബ്സല്യൂട്ട് കറക്റ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മെഡിക്കൽ റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡാറ്റാസ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാം. A detailed medical history completed within 24 hours, first 24 hours of admission to inpatient service. നമ്മൾ ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ ആ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ആ പേഷ്യന്റ് അഡ്മിറ്റ് ആയി 24 മണിക്കൂറിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. പേഷ്യന്റ് എന്തെങ്കിലും മെഡിസിൻസിൽ അലർജി ഉണ്ടോ, ഇതിന് മുമ്പ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നോ, വല്ല ഓപ്പറേഷൻസോ അല്ലെങ്കിൽ എമർജൻസി എന്തെങ്കിലും വന്നിട്ടുണ്ടോ, എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് ആദ്യത്തെ 24 മണിക്കൂറിൽ നമ്മളത് കളക്ട് ചെയ്ത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തിക്കണം. A patient assessment complete within the a physician assessment complete within the first 24 hours of admission to inpatient service. ഒരു പേഷ്യന്റ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിഷ്യൻ 24 മണിക്കൂറിന് ഉള്ളിൽ ആ രോഗിയെ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ അസസ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കണം. ഇവാലുവേറ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇവാലുവേറ്റ് പേഷ്യന്റ് കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ആ റെക്കോർഡിൽ അത് രേഖപ്പെടുത്തിക്കണം. പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്. നമ്മൾ ഉചിതമായിട്ടുള്ള തെളിവുകൾ അതിൽ രേഖപ്പെടുത്തണം. ഇപ്പൊ സ്കാൻ റിപ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാബ് ടെസ്റ്റിന്റെ റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതായിട്ട് അറ്റാച്ച് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്റ്റിക് പ്രൊസീജിയേഴ്സ്. നമ്മൾ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ, ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ തെറാപ്പിക് ചികിത്സാപരമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ അതിൽ ഫോളോ ചെയ്തിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്ത് പറഞ്ഞിരിക്കണം. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് പാത്തോളജി, ക്ലിനിക്കൽ ലബോറട്ടറി എക്സാമിനേഷൻ ആസ് വെൽ ആസ് റേഡിയോളജി ആൻഡ് ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾ ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ പാത്തോളജി ടെസ്റ്റോ റേഡിയോളജി എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്കാനോ എക്സ്റേയോ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻസ് യൂസ് ചെയ്ത് എന്തെങ്കിലും എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ അറ്റാച്ച് ആയിരിക്കണം. കൺസൾട്ടേഷൻ പ്രോഗ്രസ് റിപ്പോർട്ട്, നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അതായത് കൺസൾട്ടേഷൻ റിപ്പോർട്ട് നമ്മുടെ ഡോക്ടർ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടാവും. പേഷ്യന്റിനെ പരിശോധിച്ച് റിപ്പോർട്ട് എഴുതാം. അതും പ്രോഗ്രസ് നോട്ട്, പേഷ്യൻസിന് ഇപ്പൊ എങ്ങനെയുണ്ട്, പ്രോഗ്രസ് എങ്ങനെയാണ്, ഇപ്പൊ വന്നതിനേക്കാളും എത്ര മാറിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് പ്രോഗ്രസ് നോട്ട് വേണ്ടത്. മാറ്റങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യാം, അത് റെക്കോർഡിൽ സൂക്ഷിക്കണം. അതേപോലെ ഇനി ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തീഷ്യ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. നമ്മൾ ഓപ്പറേഷന് മുമ്പ് പേഷ്യൻസിന്റെ കൺസെന്റ് ഒക്കെ വാങ്ങിക്കണം. അനസ്തീഷ്യത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ലാസ്റ്റ് ഇൻപേഷ്യന്റ് കാര്യമാണ്. ലാസ്റ്റ് എന്താണ്, നമ്മൾ പേഷ്യന്റിന് അസുഖം മാറി പൂർണ്ണമായിട്ട് മാറി ഡിസ്ചാർജ് ആവുമ്പോൾ discharge summary, return the termination of hospitalization, briefly summarizing the reason for hospitalization. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു ഡിസ്ചാർജ് ആവുന്ന സമയത്ത് എന്തുകൊണ്ട് ആണ് പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷനിൽ വന്നത്, അതിന്റെ കാരണം, നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു, ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, പ്രൊസീജിയർ എന്താണ്, നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, ആൻഡ് ദ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ഓൺ ഡിസ്ചാർജ്. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്, സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടോ, പേഷ്യൻസിനും ഫാമിലിക്കും സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടോ, ഈ ഫുഡിന്റെ കാര്യത്തിലും അതേപോലെ മെഡിസിൻസ് എടുക്കുന്ന കാര്യത്തിലും എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡിൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. മെഡിക്കൽ റെക്കോർഡ് ഷുഡ് ബി കോൺഫിഡന്റ്ലി ഗ്യാരണ്ടീഡ്, പ്രസന്റ്ലി ഒതന്റിക്കേറ്റഡ് ആൻഡ് ലെജിബിൾ ആൻഡ് കംപ്ലീറ്റ്. നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് കോൺഫിഡൻസ്ലി ഗ്യാരണ്ടി കൊടുക്കണം, ഉറപ്പ് കൊടുക്കണം. കോൺഫിഡൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, മറ്റുള്ളവരായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ റെക്കോർഡ്. നമ്മൾ അത്ര കോൺഫിഡന്റ് ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. പ്രസന്റ് ഒതന്റിക്കേറ്റ്, അധികാരമുള്ളവർക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ലെജിബിൾ ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. നമുക്കത് ഫുൾ അസുഖങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവാൻ, കംപ്ലീറ്റ് ആയിരിക്കണം, പൂർണ്ണമായിരിക്കണം. ഒരിക്കലും പൂർണ്ണത വരാതിരിക്കാൻ പാടില്ല. ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേഷ്യന്റ് ഡിസ്ചാർജ് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ആക്കി നമ്മൾ ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി പേഷ്യന്റ് അടുത്ത ട്രീറ്റ്മെന്റിന് വേണ്ടി വരുമ്പോൾ നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് റെഫറൻസിന് വേണ്ടി എടുക്കും. എന്നിട്ടായിരിക്കും ഇത് നോക്കിയതിന് ശേഷമായിരിക്കും ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നത്, ഈ പേഷ്യന്റ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ഒബ്സർവ് ചെയ്ത് അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും വന്നാണ് നമ്മൾ ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന് വായിച്ചേ.
വായിച്ചു നോക്കിയോ? ഉണ്ടല്ലേ, ഇതാണല്ലേ. വായിച്ചിട്ട് പറയണം കേട്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മള് പാത്തോളജി, അതേപോലെ ക്ലിനിക്കൽ ലബോറട്ടറി, റേഡിയോളജി, മെഡിക്കൽ, ന്യൂക്ലിയർ മെഡിസിൻസ് എന്തൊക്കെയാണെന്ന് ഡിപ്പാർട്ട്മെന്റുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അവിടെ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടുകൾ ഉണ്ടാവും. ചില പേഷ്യൻസ് അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ആ റിപ്പോർട്ടൊക്കെ നമ്മൾ മെഡിക്കൽ റെക്കോർഡിൽ എന്ത് ചെയ്തിരിക്കണം? മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആ മെഡിക്കൽ റെക്കോർഡിനോടൊപ്പം ഈ റിപ്പോർട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ മീനിങ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. നിങ്ങൾ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നമ്മള് ഹോസ്പിറ്റലിലൊക്കെ എപ്പോഴെങ്കിലും പോയപ്പോ നമ്മളുടെ റിപ്പോർട്ട് ഡോക്ടറെ കാണിക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാമത്തെ പോയിന്റ് പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ള കൺസെൻസ് നമ്മൾ അവരിൽ നിന്ന് വാങ്ങിക്കണം. ഇപ്പോ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചിലവരുടെ കൺസെന്റ് വാങ്ങിക്കാറുണ്ട്. അല്ലെങ്കിൽ അതേപോലെ ഓപ്പറേഷനൊക്കെ മുമ്പായിട്ട് പേഷ്യന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങിക്കാറില്ലേ? അങ്ങനെ എന്തെങ്കിലും കൺസെന്റ് വേണമെന്നുണ്ടെങ്കിൽ, ഉചിതമായിട്ടുള്ള കൺസെന്റ് പേഷ്യന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ആ കൺസെന്റ് നമ്മൾ അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിച്ചേക്കണം. കാരണം ചിലപ്പോൾ ഈ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട് വരാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് ഞങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വായിച്ചതിന് ശേഷമാണ് നിങ്ങളത് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് നമുക്കൊരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാപിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നേട്ടാ. ഒരു പ്രൂഫ് ഓഫ് കൺസെന്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ് വേണം. ഒരു പ്രൂഫ് വേണം, കൺസെന്റിന്റെ പ്രൂഫ് വേണം. പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും അതേപോലെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നും കൺസെന്റ് ഒക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് ചില ട്രീറ്റ്മെന്റിന് മുമ്പായിട്ട്. ചില തെറാപ്പി സർജറിക്കൊക്കെ മുമ്പായിട്ട് കൺസെന്റ് വാങ്ങിക്കാറുണ്ട്. ആ കൺസെന്റിനെ കുറിച്ച് പറയാനായിട്ടാ. ഓക്കെ ആണോ? വായിച്ചു നോക്കിയാൽ എല്ലാവരും. ഞാൻ നെക്സ്റ്റ് പോർഷനിലേക്ക് പോയിക്കോട്ടെ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണോ? ആ റെക്കോർഡ് റൂം ഒക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളത് അല്ലെ? കറക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കാം കേട്ടോ. ഇനി മെഡിക്കൽ റെക്കോർഡ് പോളിസീസ് ആണ് പറയുന്നത്. രജിസ്ട്രേഷൻ സിസ്റ്റം നമ്മൾ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ എന്ത് പറയും? ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ആയിട്ട് നമ്മൾ ചെല്ലാറുണ്ട്. ഇൻപേഷ്യന്റ് ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. ഡോക്ടറെ കണ്ടിട്ടായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഡോക്ടറിന്റെ ചീട്ട് എടുക്കാന്ന് പറയും. നമ്മൾ കാർഡ് കൊടുക്കും, നമ്മുടെ പഴയ ഫയൽ എടുക്കും, ദെൻ പേഷ്യന്റിനെ എന്ത് ചെയ്യും? ഡോക്ടറുടെ അടുത്തേക്ക് വിടും. അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. രജിസ്ട്രേഷൻ സിസ്റ്റത്തില് ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം എല്ലാ 24 മണിക്കൂറും ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്? രജിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറും ഏത് സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം വർക്ക് ചെയ്യാറുണ്ട്. A central registration system within 24 hours service should be preferably to be kept for all outpatient and inpatient. നമ്മളുടെ സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ 24 മണിക്കൂറും അവർ എന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ടും ഇൻപേഷ്യന്റ് ആയിട്ടും വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള സർവീസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. ഈച്ച് പേഷ്യന്റ് വിൽ ഹാവ് 1 യൂണിറ്റ് റെക്കോർഡ്. ഒരു പേഷ്യന്റിന് ഒരു യൂണിറ്റ് റെക്കോർഡ് ഉണ്ടാവുള്ളൂ. ഒറ്റ പേരിൽ ഒരു പ്രാവശ്യമേ റെക്കോർഡ് ഉണ്ടാവുള്ളൂ. ആൻഡ് 1 പെർമനന്റ് നമ്പർ യൂസ്ഡ് ഫോർ ഓൾ എപ്പിസോഡ് ഓഫ് ട്രീറ്റ്മെന്റ്. നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നമ്മൾ ഓരോരോ യൂണിറ്റ് നമ്പർ എടുക്കരുത്. നമ്മൾ ഒറ്റ റെക്കോർഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഒരു പ്രാവശ്യം അവിടെ റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു യൂണിറ്റ് റെക്കോർഡ് നമ്പർ തരും. അതേപോലെ അല്ലെങ്കിൽ 1 പെർമനന്റ് നമ്പർ തരും. ഒരു റെക്കോർഡ് ഉണ്ടാവും നമ്മുടെ പേരിൽ, ഒരു പെർമനന്റ് നമ്പർ. ആ റെക്കോർഡിന്റെ നമ്പർ നമുക്ക് അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുമ്പോൾ ഈ റെക്കോർഡ് നമ്പർ
വൺ പെർമനന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ പെർമനന്റ് നമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്പർ റെക്കോർഡ് എടുക്കുകയും അതിന് ട്രീറ്റ്മെന്റ് കിട്ടുകയും ചെയ്യും. ഈ സെപ്പറേറ്റ് രജിസ്റ്റർ ഫോർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി പേഷ്യൻസ് വിത്ത് 24 hours സർവീസ് ഷുഡ് ബി ഓൾസോ ഗിവൺ. നമ്മളിപ്പോ പറഞ്ഞു ബാക്കി എല്ലാ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റിന് വേണ്ടി സെൻട്രൽ രജിസ്റ്റർ സിസ്റ്റം ഉണ്ട്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി കേസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു എന്തുണ്ട് രജിസ്ട്രേഷൻ ഉണ്ട്. കാരണം ആക്സിഡന്റ് എമർജൻസി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലീഗലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. സോ അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത് 24 മണിക്കൂർസും എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. രജിസ്ട്രേഷൻ സിസ്റ്റം ആണ് അത്. ഇനി നമ്മൾ പറഞ്ഞത് നമ്പറിംഗ് സിസ്റ്റം ഉണ്ട്. നമ്പറിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നോർമലി ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യന്റിനും വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു 6 ഡിജിറ്റ് നമ്പർ നമുക്ക് തരാറുണ്ട്. അതെല്ലാം ഇൻ പേഷ്യൻസിനും എല്ലാ ഔട്ട് പേഷ്യൻസിനും ആ നമ്പറുകൾക്ക് ആൾ കൊടുക്കാറുണ്ട്. A new patient get a new hospital number only at the first time of registration. നമുക്കൊരു പുതിയ പേഷ്യന്റിന് പുതിയൊരു ഹോസ്പിറ്റൽസിൽ ഒറ്റ പ്രാവശ്യമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഫസ്റ്റ് പെർമനന്റ് നമ്പർ, വൺ പെർമനന്റ് നമ്പർ കിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം ഒരു നമ്പറേ കിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ പെർമനന്റ് നമ്പർ കിട്ടുള്ളൂ. ഒറ്റ നമ്പറേ കിട്ടുള്ളൂ. ഇനി പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ആണ്. The patient master index is designed with the important identification information of for each patient, new patient registered in any registration area. ഈ മാസ്റ്റർ ഇൻഡെക്സിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ഏരിയാസ് തന്നെ വെച്ച് നമ്മളത് ഫില്ല് ചെയ്യും. എന്ന് വെച്ചാൽ ഏരിയ ഡീറ്റെയിൽസ്, സ്ഥലം, ഫോൺ നമ്പർ, എന്തെങ്കിലും അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ, അങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവർ തന്നെ എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യും. The filed in an alphabetical order in manual system. സാധാരണയായിട്ട് മാനുവൽ സിസ്റ്റത്തിലാണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് ഫയലുകൾ ചെയ്യാറ്. ഇലക്ട്രോണിക്കലി ത്രൂ കമ്പ്യൂട്ടേഴ്സ്. ഇപ്പൊ ഇന്ന് ഇലക്ട്രോണിക്കലി ആണ് കൂടുതലായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അത് ഇലക്ട്രോണിക്കലി ആയിരുന്നു ആ ഹോസ്പിറ്റൽസിലെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി പേഷ്യന്റ് ഐ ഡിയും അപ്പോയിന്റ്മെന്റ് കാർഡും ഉണ്ട്. നമ്മുടെ പേഷ്യന്റ് ഐ ഡി എന്ന് പറയുന്നത് ചെറിയൊരു കാർഡ്, മിക്ക ഹോസ്പിറ്റൽസിലും ചെറിയൊരു കാർഡുകൾ നമുക്ക് തരാറുണ്ട്. നമുക്കൊക്കെ ഉണ്ടാവും ചില ഹോസ്പിറ്റൽസിന്റെ പേരും വിസിറ്റിംഗ് ടൈമും അതേപോലെ ഫോൺ നമ്പറും നമ്മുടെ നെയിമും റെക്കോർഡ് നമ്പർ ആയിട്ടുള്ള പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പറെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ നമ്പറും തരാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ കാർഡ് ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് നോക്കണം കേട്ടോ. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അവരതിൽ പറഞ്ഞിട്ട്. ആ ഒരു കാർഡിനെയാണ് നമ്മൾ എന്ത് പറയണത്? പേഷ്യന്റ് ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇല്ലേ? കണ്ടിട്ടില്ലേ ഐ ഡി കാർഡ്, പേഷ്യന്റ് ഐ ഡി കാർഡ്? കണ്ടിട്ടില്ല? കൊച്ചുങ്ങൾ പോലും കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൊച്ചിന്റെ കാർഡ് ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെക്കും. കാരണം അവർക്ക് എപ്പോഴും അസുഖങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് സൂക്ഷിച്ചു വെക്കുള്ളൂ. കാരണം എപ്പോഴും കൊണ്ടുവരും ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ആ കാർഡ് മിസ്സാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ ബാഗിൽ തന്നെ അത് സൂക്ഷിച്ചു വെക്കും. അതേപോലെ അപ്പോയിന്റ്മെന്റ് കാർഡ്സ് ഹോസ്പിറ്റൽസിൽ കൊടുക്കാറുണ്ട്. നോക്കാം. Patient ID and appointment card. Each new patient registered for outpatient or inpatient, outpatient ആയിട്ട് inpatient ആയിട്ട് രജിസ്റ്റർ ചെയ്യണ പുതിയൊരു പേഷ്യന്റിന് ഷുഡ് ഗീവ് ആൻ ഐഡന്റിഫിക്കേഷൻ കാർഡ്. പുതിയൊരു കാർഡ് കൊടുക്കും. ഒരു കാർഡ് നമുക്ക് തരാറുണ്ട് ഹോസ്പിറ്റലിൽ. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കാർഡ് തരാറുണ്ട്. പിന്നെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ്. ഇൻ ഓൾ റെഫറൽസ് ഓർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, റെഫറൽ ആയിട്ട് വന്ന കേസുകളായാലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിൽ the appointment systems should practice. നമ്മൾ വിളിച്ചൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാനായിട്ട് അല്ലെങ്കിൽ ഫിസിഷ്യനെ കാണാനായിട്ട് പോകാറ്. അപ്പൊ നമ്മൾ ആ ഓർഡർ നമുക്ക് ടോക്കൺ തന്നിട്ടുണ്ടാവും. ആ ടോക്കൺ അനുസരിച്ച് അവരത് വിളിക്കുമ്പോൾ നമ്മൾ ആ ഡോക്ടറെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പോരാറാണ് പതിവ്. അപ്പൊ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഭൂരിഭാഗം ഹോസ്പിറ്റൽസിലും എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. All patient must notice the appointment system except labor and emergency case. രണ്ട് കാര്യത്തിന് മാത്രമാണ് ഈ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമുക്ക് പോകേണ്ടതേ ഉള്ളൂ. എന്തെങ്കിലും എമർജൻസി കേസ് ആയിട്ട് വരികയാണെങ്കിൽ, അത്ര ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന കേസുകളും ലേബർ കേസുകൾ എന്ന് വെച്ചാൽ ഡെലിവറി റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസുകളും നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കണ്ട, നേരെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി. ബാക്കി എല്ലാ കേസുകൾക്കും അപ്പോയിന്റ്മെന്റ് അവൈലബിൾ ആണ്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അവൈലബിൾ ആണ്. ഒന്ന് വായിച്ചു നോക്കി. എന്താണ് രജിസ്ട്രേഷൻ, എന്താണ് നമ്പറിംഗ് സിസ്റ്റം, എന്താണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്, എന്താണ് പേഷ്യന്റ് ഐ ഡി, എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. 5 സിസ്റ്റംസ് ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു നോക്കിയാ? വായിച്ചു നോക്കിയാ മക്കളെ? വായിച്ചു നോക്കി. ഇതിന് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടായി എന്നെങ്കിൽ നിന്ന് വരാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പോയിന്റ് ആണ് സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നൊരു പറയാം. നമ്മള് ഹോസ്പിറ്റലിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യൂലേ, ഫസ്റ്റ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ ചെയ്യണം. ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, രജിസ്റ്റർ ചെയ്യണം, ആ പ്ലേസ് ചെയ്യണം സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത് 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻ പേഷ്യന്റ് ബേസിൽ, ഔട്ട് പേഷ്യന്റ് ബേസിലുള്ള എല്ലാ സേവനങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് അവർ കെൽപ്പ് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ഏരിയയാണ് സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അവർ വേർഡ് മാത്രമാണ് മനസ്സിലാവാത്ത പോലെ മൊത്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ അവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാ പേഷ്യൻസിന് വേണ്ടിയിട്ടും ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു പെർമനന്റ് നമ്പർ നമുക്ക് തരുന്നുണ്ട് എല്ലാ എപ്പിസോഡ് ഓഫ് കെയറിന് വേണ്ടിയിട്ട്. എത്ര പ്രാവശ്യം നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയാലും നമ്മുടെ ആ പഴയ റെക്കോർഡ് തന്നെയാണ് നമ്മൾ അവർ യൂസ് ചെയ്യുന്നത്. അതേപോലെ പഴയ രജിസ്റ്റർ നമ്പർ തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സെപ്പറേറ്റ് ആയിട്ട് ആക്സിഡന്റ് എമർജൻസി കേസിൽ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് ലീഗൽ ഇഷ്യൂസ് റിലേറ്റഡ് ആണ് ആക്സിഡന്റ് എമർജൻസി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതും 24 മണിക്കൂറും വർക്ക് ചെയ്ത തന്നെയാണ്. അതും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എവിടെ? സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ തന്നെ കേട്ടോ. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കേട്ടോ. Diagnostic report of outpatient should be accepted and sealed എന്നാണ്. അത് സീൽഡ് എന്നാണ് കേട്ടോ. സീൽഡ്, സീൽ ചെയ്യൂലേ, സീല് സ്പെല്ലിംഗ് തെറ്റുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്നാക്കിക്കോ, സീൽഡ് എന്നാക്കിക്കോ. SEALED. Sealed by the medical record department in specific പേഷ്യന്റ് റെക്കോർഡ്. നമ്മൾ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഔട്ട് പേഷ്യൻസിന്റെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അത് അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ട് അത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ആ പേഷ്യന്റ് റെക്കോർഡിനോടൊപ്പം സീൽ ചെയ്ത് സൂക്ഷിക്കണം. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ടോ ലാബ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തതിന്റെ റിപ്പോർട്ടോ എക്സ്റേ എടുത്തതിന്റെ റിപ്പോർട്ടുകളോ ഔട്ട് പേഷ്യന്റ് റിപ്പോർട്ടുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും വേണം. അത് ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് നമ്മൾ ആ പേഷ്യന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ സ്പെസിഫിക് റെക്കോർഡ് എടുത്ത് അതിൽ സീൽ ചെയ്ത് സൂക്ഷിക്കണം. ഇനി നെക്സ്റ്റ് ആണ് ഇൻ പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ഷുഡ് ബി അക്സെപ്റ്റഡ് ആൻഡ് സീൽഡ് ഓൺ ദ വാർഡ് ബൈ വാർഡ് ക്ലർക്ക് ഓർ നോട്ട്സ്. നമ്മൾ പറഞ്ഞ ഔട്ട് പേഷ്യന്റ് ആരാ ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യണമെങ്കിൽ ഇൻ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് ഉള്ള പേഷ്യന്റിന്റെ റെക്കോർഡ് ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതും സീൽ ചെയ്യേണ്ടതും ഉത്തരവാദിത്തം ആരാണ്? ഓൺ വാർഡിൽ വെച്ചാണ് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതും സീൽ ചെയ്യേണ്ടതും ആരാണ്? വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ ഹെഡ് നേഴ്സ്. ആ വാർഡിൽ നേഴ്സ് ആയിരിക്കും ആ കാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം ഔട്ട് പേഷ്യന്റ് കേസിലാണെങ്കിൽ അത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ടുള്ള ആ പേഷ്യന്റ് റെക്കോർഡിലേക്ക് അത് ആരുടെ ഉത്തരവാദിത്തമാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് അത് അക്സെപ്റ്റ് ചെയ്യാം, അത് സീൽ ചെയ്ത് സൂക്ഷിക്കാന്നുള്ളത്. ഇൻ പേഷ്യന്റ് കേസിലാണ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ വരണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതും സീൽ ചെയ്യേണ്ടതും ആ വാർഡിലെ വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഇനി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. ഹെൽത്ത് സെന്റർ ഓർ ക്ലിനിക് നോർമലി ഡയറക്ട് ദ പേഷ്യന്റ് ടു ദ ഹോസ്പിറ്റൽ വിത്ത് റെഫറൽ ലെറ്റേഴ്സ്. നമ്മളിപ്പോ ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നൊക്കെ റെഫറൽ ലെറ്റേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വലിയ ഹോസ്പിറ്റൽസിലേക്കൊക്കെ ചെല്ലാറുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും?
അവർ കൊടുക്കുന്നത് റെഫറൽ ലെറ്റേഴ്സ് ആണ് കൊടുക്കാറ്. ദ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് സെന്റർ മസ്റ്റ് ഡെവലപ്പ് a clear referral and appointment system for both new and established patients. നമ്മളിപ്പോ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യണം? നമ്മുടെ ഹോസ്പിറ്റൽസും ഹെൽത്ത് സെന്റേഴ്സും ക്ലിയർ ആയിട്ടുള്ള ഒരു റെഫറൽ ലെറ്റർ, ഇന്ന പേഷ്യന്റ് ഇന്ന അസുഖമാണ്, ഇന്ന ട്രീറ്റ്മെന്റ്സ്, ഇന്ന മെഡിസിൻസ് ആണ് അവർ പേഷ്യന്റ് എടുക്കുന്നത്, ഇതിൽ ഇന്നൊരു കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് താങ്കളെ റെഫർ ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന് റെഫർ ചെയ്തിട്ട് വേണം അവരെന്ത് ചെയ്യാനായിട്ട് ആ പേഷ്യന്റിനെ അങ്ങോട്ട് വിടാനായിട്ട്. റെഫറൽ ഓഫ് പേഷ്യൻസ്, 3 റെഫറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പേഷ്യന്റിനെ റെഫർ ചെയ്യണത്? ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഏതാണ് 2 പോയിന്റ്സ് വേഗം വായിച്ചു നോക്കിയേ. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ഹെൽത്ത് സെന്റേഴ്സും ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയാ? വായിച്ചു നോക്കിയ കുട്ടികളെ? ഓക്കെ, ഞാൻ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഇനി റെഫറൽ ഓഫ് പേഷ്യന്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ പേഷ്യന്റിന് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാറുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരു റെഫറൽ ലെറ്റർ ഇവിടെ നിന്ന് ഇപ്പൊ ഹെൽത്ത് കെയർ ചെയ്യുന്നൊക്കെ ചെറിയ പ്രൈമറി ഹെൽത്ത് കെയർ ചെയ്യുന്നൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ റെഫറൽ ലെറ്റേഴ്സ് 3 കോപ്പീസ് ആണ് വേണ്ടത്. എത്ര കോപ്പീസ് വേണം? 3 കോപ്പീസ് വേണം. 3 copies should be received by the hospital. The first 2 copies should be presented to the hospital by the patient while നമ്മൾ ആ പേഷ്യന്റ് കയ്യിലേക്ക് ഫസ്റ്റ് 2 കോപ്പീസ് കൊടുത്തു വരണം. ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ 2 കോപ്പീസും കാണിക്കണം. The third copy ഉണ്ടല്ലോ, third copy should be retained by the referring health center or clinic. നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 3rd കോപ്പി നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരാനും നമ്മൾ റെഫർ ചെയ്ത പേഷ്യന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 3rd കോപ്പി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ആഫ്റ്റർ ദ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ the first copy should be passed on health centers or hospital as feedback information. നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റെഫറൽ എവിടെ നിന്നാണ് വന്നത്? ഹെൽത്ത് സെന്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്കൊരു ഫീഡ്ബാക്ക് എന്ന രൂപത്തിൽ നമ്മൾ ഫസ്റ്റ് കോപ്പി ഫീഡ്ബാക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ട് നമ്മൾ ആർക്ക് തിരിച്ചയക്കും? ഹെൽത്ത് സെന്ററിന് തിരിച്ചയക്കും. സെക്കൻഡ് കോപ്പി ആണെങ്കിൽ അത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഈ മെഡിക്കൽ റെക്കോർഡിനോടൊപ്പം മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞു റെഫറൽ ഓഫ് പേഷ്യൻസ് വരാറുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേഷ്യൻസ് ഒരുപാട് രീതിയിൽ നമുക്ക് റെഫറൽ ആയിട്ട് വരാറുണ്ട്, ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഹോസ്പിറ്റൽസ് വഴി വരാറുണ്ട്, ഹെൽത്ത് സെന്ററിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട്. അങ്ങനെ റെഫറൽ ലെറ്റേഴ്സ് വരാണെങ്കിൽ 3 കോപ്പീസ് ആണ് റെഫറൽ ലെറ്റേഴ്സിന് എല്ലാപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറ്. ഫസ്റ്റ് 2 കോപ്പീസ് നമ്മൾ പേഷ്യൻസിന് കയ്യിൽ കൊടുത്തു വിടും. അത് പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് കാണിക്കുകയും ചെയ്യും. 3rd കോപ്പി നമ്മുടെ ഹെൽത്ത് സെന്ററിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഹെൽത്ത് സെന്ററിൽ റിറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കാനാണ് പതിവ്. ഇനി ഫസ്റ്റ് 2 കോപ്പിയുടെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് കോപ്പി നമുക്ക് എവിടെ നിന്നാണോ റെഫറൻസ് വന്നത് ആ റെഫറൻസ് വന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഫീഡ്ബാക്ക് എന്ന രൂപത്തിൽ തിരിച്ചയക്കാറാണ് പതിവ്. സെക്കൻഡ് കോപ്പി നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ എന്ത് ചെയ്യും? റിറ്റെയിൻ ചെയ്യും. ട്രീറ്റ്മെന്റ് എടുത്ത ഹോസ്പിറ്റലിൽ തന്നെ അത് സൂക്ഷിച്ചു വെക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റെഫറൽ ഓഫ് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ, റെഫറൽ ലെറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാറ്. ഒന്ന് വായിച്ചു നോക്കിയേ. റെഫറൽ ഓഫ് എ പേഷ്യന്റ് വായിച്ചു നോക്കിയേ.
ക്ലിയർ ആണോ എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? പുതിയൊരു ടോപ്പിക് ആണ്, ഇൻട്രൊഡക്ഷൻ ആണ്, ഫസ്റ്റ് എടുത്തേക്കാം. ഒന്ന് നിങ്ങളൊന്ന് വായിച്ച് നന്നായിട്ട് നോക്കുക. കാരണം പുതിയൊരു പോർഷൻ ആണ്. നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിലും കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് റിലേറ്റ് ചെയ്യണ ടോപ്പിക്കുകളിലേക്ക് കടന്നു. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് റിലേറ്റ് ഉള്ള കാര്യങ്ങളാണ് ഈ പറയണത്. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കണക്ട് ഒക്കെ ചെയ്ത് പറയാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് എന്നോട് ചോദിച്ചിട്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണല്ലോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ കാണുന്നില്ലല്ലോ. നേരത്തെ കാണാണെങ്കിൽ നിങ്ങളുടെ മുഖം നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫേസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കും. പക്ഷെ ഇത് നിങ്ങൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു.